പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ലോഗൻ പോൾ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ലോഗൻ പോൾ റോ ബ്രാൻഡിലാണ് നിലവിലുള്ളത്. ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ലോഗൻ പോൾ ദ വിഷൻ ഗ്രൂപ്പിലേക്ക് വന്നത് വളരെ സർപ്രൈസ് ആയിട്ടായിരുന്നു. ലോഗൻ പോൾ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ WWE കോൺട്രാക്റ്റിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. ലോഗൻ പോൾ മുൻപ് സൈൻ ചെയ്ത കോൺട്രാക്റ്റ് അവസാനിച്ചതെന്നും ഈ അടുത്ത് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തുവെന്നും ലോഗൻ പോൾ വെളിപ്പെടുത്തി. ഈ പുതിയ കോൺട്രാക്റ്റ് അനുസരിച്ച് ലോഗൻ പോൾ ഒരു മൾട്ടി ഇയർ ഡീലാണ് സൈൻ ചെയ്തിട്ടുള്ളത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 3 വർഷത്തിന് മുകളിൽ പുതിയൊരു കോൺട്രാക്റ്റ് പ്രകാരം ഇനി അങ്ങോട്ട് WWEയിൽ ലോഗൻ പോൾ ഉണ്ടായേക്കും. അതുമാത്രമല്ല ലോഗൻ പോൾ ഒരു ഫുൾ ടൈം ആക്റ്റീവ് കോൺട്രാക്റ്റാണ് നിലവിൽ സൈൻ ചെയ്തിട്ടുള്ളത് എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത്തേതൊരു പാർട്ട് ടൈം കോൺട്രാക്റ്റ് ആണ് എന്നും പുതിയ കോൺട്രാക്റ്റ് അനുസരിച്ച് താൻ ഫുൾ ടൈം റെസ്ലറാണ് എന്നുള്ളതും ലോഗൻ പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റോസ്റ്ററിലും ദ വിഷൻ ഫാക്ഷൻ്റെ സ്റ്റോറി ലൈനിലും ആക്റ്റീവായി ലോഗൻ പോളിനെ ഇനി നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ലോഗൻ പോൾ പോഡ്കാസ്റ്റിലൂടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് എലിസോ ലെഫ്ലിയ എന്ന് പറയുന്ന പുതുമുഖ റെസ്ലർ NXT ബ്രാൻഡിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചാണ്. ഒരു മാസ്ക് ഇട്ട റെസ്ലറിനെയാണ് ഇന്നലത്തെ NXTയുടെ ന്യൂ ഇയേഴ്സ് ഈവൽ എന്ന സ്പെഷ്യൽ എഡിഷനിലൂടെ WWE ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലേക്ക് വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന റെസ്ലറാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് WWE പെർഫോമൻസ് സെൻറ്ററിലേക്ക് ഒരു കോൺട്രാക്റ്റ് എലിസോ ലെഫ്ലിയ എന്ന് പറയുന്ന റെസ്ലറിനെ കൊടുത്തത്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്തു വരുന്ന റെസ്ലർ ആയതുകൊണ്ടും ഒരു മാസ്ക് ഇട്ട് വരുന്ന റെസ്ലർ ആയതുകൊണ്ട് തന്നെ NXTയിൽ തുടക്കത്തിൽ നല്ലൊരു പുഷ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീട് ആ താരത്തിൻ്റെ ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് NXTയുടെ മെയിൻ ഇവൻറ്റ് സീനിലേക്ക് എലിസോ ലെഫ്ലിയ എന്ന് പറയുന്ന റെസ്ലറിനെ കയറി വരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലൊക്കെ അദ്ദേഹം നല്ലതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആരാധക പിന്തുണ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ നല്ലൊരു പുഷ് NXTയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ എലിസോ ലെഫ്ലിയയെ NXTയിൽ വരുന്നു എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വീഡിയോ ഇതിനോടകം തന്നെ ട്വിറ്ററിൽ മാത്രം എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാത്രം 1.5 മില്യൺ വ്യൂവർഷിപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വമ്പൻ സപ്പോർട്ട് ഈ താരത്തിന് കിട്ടുന്നു. ഇത് ഇനിയുള്ള സ്റ്റോറി ലൈനുകളിലും കിട്ടിയാൽ റേ മിസ്റ്റീരിയോയ്ക്ക് പകരക്കാരനായിട്ട് WWE പുതിയ ഒരു മാസ്ക് ഇട്ട റെസ്ലറിനെ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ കൂടി കിട്ടും. അങ്ങനെ റേ മിസ്റ്റീരിയോയുടെ പിൻഗാമിയെ നമുക്ക് എലിസോ ലെഫ്ലിയ എന്ന് പറയുന്ന റെസ്ലറിലൂടെ കാണാൻ സാധിക്കുമോ, അതോ മാസ്ക് ഇട്ട് വരുന്ന ഒരു റെസ്ലർ റേ മിസ്റ്റീരിയോയുടെ പകരക്കാരനാണെന്ന് പറഞ്ഞു പോയ പോലെ ഈ റെസ്ലറും ഒരു പകരക്കാരനെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് CM പങ്ക് എന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ സംബന്ധിച്ചാണ്. CM പങ്കിൻ്റെ ഭാവി പദ്ധതികളെ സംബന്ധിച്ച് CM പങ്ക് തന്നെ ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുകയുണ്ടായി. CM പങ്ക് ഇതിനോടകം തന്നെ ചെറിയൊരു മൂവിയിൽ ഭാഗമായതിനെ സംബന്ധിച്ച് CM പങ്ക് സംസാരിക്കുകയുണ്ടായി. അതുമാത്രമല്ല ഭാവിയിൽ ഹോളിവുഡിലെ ചില സിനിമയിലേക്ക് അദ്ദേഹത്തിന് വലിയ പദ്ധതികളുണ്ട് എന്നുള്ളതും CM പങ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജോൺസനെയൊക്കെ ഹോളിവുഡിൽ വളരെ ആക്റ്റീവായതിനെ സംബന്ധിച്ചും CM പങ്ക് ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. കൂടാതെ ബാറ്റിസ്റ്റയുമായിട്ടൊരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കണം എന്നുള്ളതും CM പങ്ക് പറയുന്നുണ്ട്. അതായത് ബാറ്റിസ്റ്റ CM പങ്ക് ഇവരെ ഒരു സ്ക്രീനിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേയധികം ആരാധകരുണ്ടെന്നും അതൊരു സിനിമയിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നും CM പങ്ക് വെളിപ്പെടുത്തുന്നു. കൂടാതെ ജോൺസനെയുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാനും ആഗ്രഹമുണ്ടെന്നും CM പങ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം റെസ്ലിംഗ് കരിയർ ഇനി എത്ര കാലത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഹോളിവുഡ് തൻ്റെ ഭാവി പദ്ധതികളിൽ ഒന്നാണ്, ആക്ടിംഗ് കരിയർ തൻ്റെ ഭാവി പദ്ധതികളിൽ ഒന്നാണ് എന്നുള്ളത് ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായി നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ റോക്ക്, ജോൺ സിന, ബാറ്റിസ്റ്റ തുടങ്ങിയവരെ പോലെ CM പങ്കിനും ഹോളിവുഡിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ AEW ഡൈനാമൈറ്റ് വീക്കിലി എപ്പിസോഡിലൂടെ ഒരിക്കൽ കൂടി ആൻഡ്രാഡെ എൽ ഇഡലോ എന്ന് പറയുന്ന റെസ്ലർ AEWയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ആൻഡ്രാഡെ എന്ന ക്യാരക്ടറിലൂടെ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് AEWയിലേക്കുള്ള ഒരു ഡെബ്യൂ അല്ലെങ്കിൽ ഒരു റിട്ടേൺ നടത്തുന്നത്. ആദ്യ തവണ ആൻഡ്രാഡെ AEWയിലേക്ക് എത്തി, പിന്നീട് WWEയിലേക്ക് തിരികെ വന്നു, പിന്നീട് AEWയിലേക്ക് പോയി. പക്ഷേ WWE അതിന് വലിയൊരു തടസ്സം സൃഷ്ടിക്കുന്നത് പിന്നെ കാണാൻ സാധിച്ചു. അതെല്ലാം മാറി ഇപ്പോൾ വീണ്ടും AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആൻഡ്രാഡെ സൈൻ ചെയ്തിരിക്കുന്നു. അത് ഒഫീഷ്യൽ
ഒഫീഷ്യലായി AEW ഓണറായ ടോണി ഖാൻ ഇന്നത്തെ ഡൈനാമൈറ്റ് എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡോൺ കാലിസ് ഫാമിലി എന്ന് പറയുന്ന ആൻഡ്രാഡെ രണ്ടാമത്തെ തവണ AEWയിലേക്ക് റിട്ടേൺ ചെയ്തു വെച്ച ആ സ്റ്റോറി ലൈൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിട്ടാണ് അദ്ദേഹം ഇന്നും ജോയിൻ ചെയ്തിട്ടുള്ളത്. ദ യങ് ബക്സിനെയൊക്കെ ആക്രമിക്കുന്ന ഒരു ഭാഗം ഡൈനാമൈറ്റ് വീക്കിലെ എപ്പിസോഡിൽ നടന്നു. ആൻഡ്രാഡെ AEWയിൽ മാത്രമല്ല ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടും നിലവിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ്രാഡെ വീണ്ടും AEWയിലേക്ക് എത്തിയത് ആൻഡ്രാഡയ്ക്ക് നല്ലൊരു പുഷ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അത് സംഭവിക്കുമോ എന്നുള്ളത് ഇനിയുള്ള വീക്കിലെ എപ്പിസോഡ്സും പേപ്പർ വ്യൂസും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഫിൻ ബാലറിൻ്റെ ഡീമൻ കിങ് എന്ന് പറയുന്ന കഥാപാത്രത്തെ സംബന്ധിച്ചാണ്. ഫിൻ ബാലറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും അർഹക പിന്തുണയുള്ള ഒരു വെറൈറ്റി കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ഡീമൻ കിങ്. ഫിൻ ബാലറിൻ്റെ ആൾട്ടർ ഈഗോ ക്യാരക്ടറായ ഡീമൻ കിങ് NXTയിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ മെയിൻ റോസ്റ്ററിൽ അന്നത്തെ ക്രിയേറ്റീവ് ഹെഡും കമ്പനിയുടെ ഓണറുമായ വിൻസ് മിക്മാൻ ഫിൻ ബാലറിൻ്റെ ഡീമൻ കിങ്ങിനെ ട്രീറ്റ് ചെയ്ത ഒരു രീതി അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. ഡീമൻ കിങ്ങിനെ നിരന്തരമായിട്ട് പരാജയപ്പെടുത്തിയത് ഡീമൻ കിങ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു പ്രാധാന്യം വലിയ രീതിയിൽ താഴത്തേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഡീമൻ കിങ് ഇനി വരുമോ എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിലാണ് നിലവിൽ നിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇന്നലെ കോഡി റോഡ്സുമായിട്ട് നടത്തിയ പോഡ്കാസ്റ്റിൽ ഫിൻ ബാലർ പങ്കുവച്ചത് ഡീമൻ കിങ് എന്ന് പറയുന്ന കഥാപാത്രം പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് ഫിൻ ബാലർ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഡീമൻ കിങ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നതിന് മുൻപ്, അതായത് ഇപ്പോൾ ഒരു ഷോയിൽ ഡീമൻ കിങ്ങിന് മത്സരമോ അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റോ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അനൗൺസ് ചെയ്യുന്നതാണ് ഡീമൻ കിങ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു പോരായ്മയായിട്ട് അദ്ദേഹം കാണുന്നത്. ക്രിയേറ്റീവ് ടീം കൃത്യമായിട്ട് അതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാത്തതും ഇവർ മുൻകൂട്ടി ഡീമൻ കിങ് വരുന്നു എന്നുള്ളത് പറയുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ആരാധകർക്ക് കിട്ടാത്തതും ഡീമൻ കിങ്ങിൻ്റെ പ്രാധാന്യത്തിന് വലിയ രീതിയിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഫിൻ ബാലറിൻ്റെ അഭിപ്രായം. ഇനി ഡീമൻ കിങ് എന്ന് പറയുന്ന കഥാപാത്രത്തെ സംബന്ധിച്ച് സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ക്രിയേറ്റീവ് ടീമിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നോട് കൂടി അഭിപ്രായം ചോദിക്കണമെന്നുള്ളത് ഫിൻ ബാലർ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫിൻ ബാലർ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെതായ ക്രിയേറ്റീവ് ഐഡിയാസ് സ്റ്റോറി ലൈനിൽ ഡീമൻ കിങ്ങിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നൽകാൻ തയ്യാറാണെന്നും ഫിൻ ബാലർ പറയുകയുണ്ടായി. ഫിൻ ബാലർ പറയുന്നത് അനുസരിച്ച് ഡീമൻ കിങ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇനിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധ്യത ഉണ്ട്. പക്ഷേ അത് 1-2 അപ്പിയറൻസുകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ അത് ഫിൻ ബാലർ പൂർണ്ണമായി തൃപ്തനായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിലേക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളത് ഫിൻ ബാലറിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫിൻ ബാലറിൻ്റെ ഡീമൻ കിങ് എന്ന് പറയുന്ന ക്യാരക്ടർ മെയിൻ റോസ്റ്ററിൽ അട്ടർ ഫ്ലോപ്പായിരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിരന്തരമായിട്ടുള്ള പരാജയങ്ങൾ ഡീമൻ കിങ്ങിനെയും ഫിൻ ബാലറിൻ്റെയും ക്യാരക്ടറിനെ നല്ല രീതിയിൽ ബാധിച്ചു. ഫിൻ ബാലർ എന്ന് പറയുന്ന റെസ്ലർ പറയുന്നതുപോലെ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നത് 2026 നമുക്ക് കാണാൻ സാധിക്കുമോ? അങ്ങനെ കാണട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.